അയൽ രാജ്യങ്ങളെ കടക്കെണിയിൽപ്പെടുത്തി അവരുടെ ഭൂമി സ്വന്തമാക്കുന്ന ചൈനയുടെ ആ കുപ്രസിദ്ധമായിട്ടുള്ള നയം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ചൈനയ്ക്ക് തന്നെ പണി കിട്ടിയിരിക്കുകയാണ്. അതും അവരുടെ സ്വന്തം ഇരുമ്പ് സഹോദരനായിട്ടുള്ള പാകിസ്ഥാനിൽ നിന്ന്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ നിന്ന് ഉയരുന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളുടെ ശബ്ദം കേട്ടിപ്പോൾ ശരിക്കും ഞെട്ടി വിറയ്ക്കുന്നത് ചൈനയാണ്. ചൈന വൻതുക മുടക്കി പാകിസ്ഥാനിൽ പണിത $65 ബില്യൺ സാമ്പത്തിക ഇടനാഴി ഇപ്പോൾ ഒരു വൻ കെണിയായി മാറിയിരിക്കുന്നു. ചുരുക്കത്തിൽ പാകിസ്ഥാനിൽ പോയിപ്പെട്ട ചൈന ഇപ്പോൾ അവിടെ നിന്നും എങ്ങനെ തലയുരും എന്നറിയാതെ പെടാപ്പാട് പെടുകയാണ്. ചൈനയുടെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് CPEC അഥവാ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ. ചൈനയിലെ സിൻജിയാങ് പ്രവിശ്യയെ പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന 3000 കിലോമീറ്റർ നീളമുള്ള പാത. ഇതിനായി ചൈന ഒഴുക്കിയത് കോടികളാണ്. എന്നാൽ ഈ പദ്ധതിയുടെ ജീവനാഡിയായിട്ടുള്ള ഗ്വാദർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബലൂചിസ്ഥാനിലാണ്. ഇപ്പോൾ ബലൂചിസ്ഥാൻ സ്വതന്ത്രവാദികൾ പാകിസ്ഥാനിൽ നിന്നും വേറിട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ ചൈനയുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിയമപ്രകാരം ബലൂചിസ്ഥാൻ പുതിയൊരു രാജ്യമായാൽ ഈ തുറമുഖത്തിന്റെ പരമാധികാരം അവർക്കായിരിക്കും. അതോടെ പാകിസ്ഥാനുമായി ചൈന ഒപ്പിട്ട കരാറുകളൊക്കെ വെറും പാഴ്ക്കടലാസുകളായി മാറും. എന്തുകൊണ്ടാണ് ബലൂചിസ്ഥാൻ ജനത ചൈനയ്ക്കും പാകിസ്ഥാനുമെതിരെ തിരിഞ്ഞത്? അത് പരിശോധിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളും നമുക്ക് മനസ്സിലാകും. തങ്ങളുടെ മണ്ണിലുള്ള ഗ്വാദർ തുറമുഖം വഴി പാകിസ്ഥാൻ ഭരണകൂടവും ചൈനീസ് കമ്പനികളും കോടികൾ കൊയ്തെടുക്കുമ്പോൾ ബലൂചിസ്ഥാനിലെ തദ്ദേശീയവാസികൾക്ക് പട്ടിണിയും ദുരിതവും മാത്രമാണ് മിച്ചം. ഈ തുറമുഖത്തിന്റെ വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം പോലും ബലൂചിസ്ഥാന് പാകിസ്ഥാൻ നൽകാറില്ല. ഈ ചൂഷണത്തിനെതിരെയാണ് അവിടെ ജനരോഷം ഇരമ്പുന്നത്. തങ്ങളുടെ വിഭവങ്ങൾ കൊള്ളയടിക്കാൻ ചൈനയെ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച വിഘടനവാദി ഗ്രൂപ്പുകൾ നിരന്തരം ചൈനീസ് എഞ്ചിനീയർമാർക്കും പദ്ധതികൾക്കും നേരെ ആക്രമണം നടത്തുകയാണ്. ഇതോടെ ചൈനീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷയ്ക്കായി മാത്രം പാകിസ്ഥാന് പ്രത്യേക സൈന്യത്തെ തന്നെ ഇറക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇനി ബലൂചിസ്ഥാൻ വേറിട്ട് പോയാൽ ചൈനയ്ക്ക് മുന്നിലുള്ള വഴി വളരെ കഠിനമാണ്. ഒന്നുകിൽ ചൈന തങ്ങളുടെ ശത്രുക്കളായി കാണുന്ന ബലൂചിസ്ഥാൻ ഭരണകൂടവുമായി പുതിയ കരാറുകൾക്കായി യാചിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഈ പദ്ധതി മുഴുവനായി ഉപേക്ഷിച്ച് വൻ സാമ്പത്തിക നഷ്ടം സഹിക്കേണ്ടി വരും. ഈ പ്രൊജക്ടിനായി പാകിസ്ഥാൻ എടുത്ത ഭീമമായിട്ടുള്ള വായ്പകൾ ഇനി ആര് തിരിച്ചടയ്ക്കുമെന്നതിലും വലിയ തർക്കങ്ങളുണ്ടാകും. ചുരുക്കത്തിൽ ലോകം പിടിച്ചെടുക്കാൻ ഇറങ്ങിയ ചൈനീസ് ഡ്രാഗൺ ഇപ്പോൾ പാകിസ്ഥാൻ എന്ന ചതുപ്പിൽ കിടന്ന് ശ്വാസം മുട്ടുകയാണ്. ബലൂചിസ്ഥാനിലെ രാഷ്ട്രീയ ഭൂകമ്പം പാകിസ്ഥാന്റെ മാത്രം തകർച്ചയല്ല, മറിച്ച് ചൈനയുടെ കോടികളുടെ സാമ്രാജ്യത്വ മോഹങ്ങളുടെ അന്ത്യം കൂടിയാണ്. ഈ കെണിയിൽ നിന്ന് ചൈന ഇനി എങ്ങനെ തലയുരുമെന്ന് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക്.